ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ 8th കേരള സിലബസിൻ്റെ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫോർമുലാസും പിന്നെ അതിനുശേഷം അതുപയോഗിച്ച് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഏരിയ ഓഫ് എ പാരലലോഗ്രാം എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എന്നുള്ള ഫോർമുലയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബി ഇൻറ്റു എച്ച് ആണ്. ബി എന്ന് പറയുന്നത് ബേസും എച്ച് എന്ന് പറയുന്നത് ആ ഒരു സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് വേർട്ടെക്സിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ്. ഒരു വശവും ആ വശത്തിൽ നിന്ന് എതിർ മൂലയിലേക്കുള്ള ഒരു ലംബ ദൂരത്തിൻ്റെയും ഗുണനഫലമായിരിക്കും എന്ത്? ഏരിയ ഓഫ് എ പാരലലോഗ്രാം അഥവാ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. അടുത്തത് ഏരിയ ഓഫ് എ സ്ക്വയർ എങ്ങനെയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഡയഗണൽ ലെങ്ത് ഗിവൺ ആണെങ്കിൽ, അതായത് വികരണത്തിൻ്റെ നീളം തന്നാൽ ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഫോർമുലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏരിയ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു ഹാഫ് ഡി സ്ക്വയർ. ഡി എന്ന് പറയുന്നത് ഡയഗണൽ ലെങ്ത് ആണ്. അടുത്തതായിട്ട് ഏരിയ ഓഫ് എ റോംബസ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക. അതിൻ്റെ രണ്ട് ഡയഗണൽ ലെങ്ത്തും തന്നു കഴിഞ്ഞാൽ ഏരിയ ഓഫ് റോംബസ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഫോർമുല ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 ആണ്. രണ്ട് വികരണങ്ങളുടെ നീളം തന്നാൽ സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയാണത്. അടുത്തത് ഏരിയ ഓഫ് എ ട്രപ്പീസിയം. ലംബകത്തിൻ്റെ പരപ്പളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിൻ്റെ പാരലൽ സൈഡ്സ്, സമാന്തര വശങ്ങളുടെ നീളം തന്നിട്ടുണ്ട്. അതേപോലെ ആ രണ്ട് പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അകലം എന്ന് പറയുന്നത് D ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏരിയ ഓഫ് ട്രപ്പീസിയം അഥവാ ലംബകത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു D ഇൻറ്റു A+B ആണ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽ ലെങ്ത്തും ആ ഡയഗണലിൽ നിന്ന് ഓപ്പോസിറ്റ് വേർട്ടെക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും തന്നു കഴിഞ്ഞാൽ ആ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ എങ്ങനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ള ഫോർമുലയാണ്. അത് ഹാഫ് ഇൻറ്റു D ഇൻറ്റു H1 പ്ലസ് H2 ആണ്. ഡയഗണൽ അഥവാ വികരണമാണ് D. H1ഉം H2ഉം ആ ഒരു ഡയഗണലിൽ നിന്ന് ഓപ്പോസിറ്റ് വേർട്ടെക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അഥവാ ലംബ ദൂരങ്ങളാണ്. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഗിവൺ ബിലോ. അവിടെ ഡയഗണൽ ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ D എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസസ് H1 എന്ന് പറയുന്നത് 4ഉം H2 എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഹാഫ് ഇൻറ്റു D ഇൻറ്റു H1 പ്ലസ് H2. അതിൽ Dൻ്റെ വാല്യൂ 8 ആയിട്ടും H1 4ഉം H2 6 ആയിട്ട് കൊടുക്കുക. 2ഉം 8ൽ 4 ടൈംസ് ആണ്, അപ്പോൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ 4 ഇൻറ്റു 4 പ്ലസ് 6 എന്ന് പറയുന്നത് 10. 4 ഇൻറ്റു 10 40 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ത് ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം ഗിവൺ ബിലോ. ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ പാരലൽ സൈഡ്സ് 4 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ A 4 ആയിട്ടും B 12 ആയിട്ടും എടുത്തു. ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു H ഇൻറ്റു A+B ആണ്. അപ്പോൾ Aയും Bയും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി H വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. H എന്ന് പറയുന്നത് AD ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ADC എന്ന് പറയുന്ന ആ ഒരു ട്രയാങ്കിൾ എടുത്തിട്ട്, അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, മട്ട ത്രികോണമാണ്. അപ്പോൾ അതിൽ പൈതഗോറസ് സിദ്ധാന്തം വെച്ചിട്ട് ADയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ AD സ്ക്വയർ എന്ന് പറയുന്നത് AC സ്ക്വയർ മൈനസ് DC സ്ക്വയർ ആണ്. AD സ്ക്വയർ എന്ന് പറയുന്നത് 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ ആണ്. 169 മൈനസ് 144 വിച്ച് ഇസ് ഈക്വൽ ടു 25. അപ്പോൾ AD എന്ന് പറയുന്ന √25 ആണ്. 5 സെൻറ്റിമീറ്റർ ആണ് അവിടുത്തെ ഹൈറ്റ് വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂസ് കൊടുത്ത് ഏരിയ ഓഫ് എ ട്രപ്പീസിയം ഫൈൻഡ് ചെയ്യാം. ഹാഫ് ഇൻറ്റു H എന്ന് പറയുന്നത് 5 ആണ്. A 4ഉം B 12ഉം ആണ്. 4 പ്ലസ് 12 എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 16 2H ഡിവൈഡ് ചെയ്താൽ 8 ആണ്. അപ്പോൾ 8 ഇൻറ്റു 5 40 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. 8 ഇൻറ്റു 5 40 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റോംബസ് വിത്ത് ഡയഗണൽസ് 6 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 4 സെൻറ്റിമീറ്റർ. ഇവിടെ D1 ആയിട്ട് 6 സെൻറ്റിമീറ്ററിനെയും D2 ആയിട്ട് 4 സെൻറ്റിമീറ്ററിനെയും എടുക്കുക. ഏരിയ ഓഫ് റോംബസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ഫോർമുല എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. അപ്പോൾ ഇവിടെ 1/2 ഇൻറ്റു 6 ഇൻറ്റു 4. 2 6ൽ 3 ടൈംസ് പോവും. അപ്പോൾ 3 ഇൻറ്റു 4 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് റോംബസ് വരിക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്